പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മൂങ്ങക്കുട്ടനും തത്തക്കുട്ടനും ഈ കഥ കേൾക്കൂ. ഉയർന്ന തെങ്ങിൻ്റെ പൊത്തിലായിരുന്നു മിങ്ങൻ മൂങ്ങയുടെ താമസം. അവൻ വലിയ കണ്ണുകൾ കൊണ്ട് ലോകം നോക്കിക്കണ്ടു. പകൽ മുഴുവനും ഉറക്കം തൂങ്ങുകയും രാത്രി കണ്ണു തുറിച്ചിരിക്കുകയുമായിരുന്നു അവൻ്റെ വിനോദം. തൊട്ടടുത്ത മരത്തിൽ കൂടുവച്ചിരുന്ന പച്ചത്തത്തക്കുട്ടനായ തോത്തു കൂട്ടുകൂടി കളിക്കുകയും എപ്പോഴും ചിലയ്ക്കുകയും ചെയ്തിരുന്നു. മിങ്ങനെ മാത്രമായിരുന്നു അവന് പരിചയമില്ലാതിരുന്നത്. ഒരു ദിവസം ഉറക്കം തൂങ്ങുന്ന മിങ്ങൻ്റെ പൊത്തിനരികിൽ ചെന്ന് തോത്തു ചോദിച്ചു, ഏയ് ചങ്ങാതി, നമുക്ക് കൂട്ടുകൂടിയാലോ? മൂങ്ങച്ചെറുക്ക ചങ്ങാതി, മൂളിക്കൊണ്ടിങ്ങനെ പൊത്തിനുള്ളിൽ തൂങ്ങിയിരിക്കാതെ നീ വേഗം എന്നുടെ കൂടെ പോന്നാലും നമ്മൾക്ക് കൂട്ടുകാരായിടാം. മിങ്ങനെ അത് പക്ഷേ ഇഷ്ടമായില്ല. നീ പകൽ മുഴുവനും പറന്നു നടക്കും, രാത്രി കൂടണയും. ഞാൻ പകലുറങ്ങും, രാത്രിയിൽ ഉണരും. നമ്മൾ എങ്ങനെ സുഹൃത്തുക്കളാവും? തോത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സമയം വേറെ ആയാലും ഹൃദയം ഒന്നാകാം അല്ലേ? നീ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കൂട്ടുകൂടാം, ബാക്കി സമയത്ത് ഉറങ്ങിക്കോളൂ. മിങ്ങനെ സമ്മതമായി. പകൽ തത്തക്കുട്ടൻ പുറം ലോകത്തെ കഥകൾ മൂങ്ങക്കുട്ടന് പറഞ്ഞു കൊടുക്കും. മൂങ്ങ രാത്രി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കുറിച്ചുള്ള കഥകൾ പറയുകയും ചെയ്തു. അങ്ങനെ അവർ പരസ്പരം സ്നേഹവും സൗഹൃദവും പങ്കിട്ടു. ഒരു ദിവസം വലിയ കാറ്റും മഴയും തുടങ്ങി. മരക്കൊമ്പുകൾ കുലുങ്ങി. മൂങ്ങയുടെ മാളത്തിൽ വെള്ളം കയറി. പാവം പേടിച്ചു കരഞ്ഞു. തത്തക്കുട്ടൻ അത് കണ്ടു. അവൻ താൻ വസിക്കുന്ന മരത്തിൻ്റെ പൊത്തിലേക്ക് കൂട്ടുകാരനെ ക്ഷണിച്ചു. തത്തയുടെ കൂടിരിക്കുന്നതിന് മുകളിലായി ഒരു വലിയ പൊത്തുണ്ടായിരുന്നു. അവിടെ മൂങ്ങയെ കൊണ്ടുപോയി ഇരുത്തി. മൂങ്ങക്കുട്ടൻ ആശ്വാസമായി. നീ എൻ്റെ ജീവൻ രക്ഷിച്ചു, മൂങ്ങ നന്ദിയോടെ പറഞ്ഞു. തോത്തു സ്നേഹത്തോടെ പറഞ്ഞു, സുഹൃത്ത് എന്നത് കൂട്ടുകൂടി നടക്കാൻ മാത്രമല്ല, ആവശ്യ സമയത്ത് കൈത്താങ്ങാകുന്ന വിശ്വസ്തനാണ്. അന്നു മുതൽ അവർ കൂടുതൽ സ്നേഹത്തോടെ വേർപിരിയാതെ നല്ല സുഹൃത്തുക്കളായി ജീവിച്ചു. കൂട്ടുകാരുടെ സ്നേഹം കണ്ട് അണ്ണാൻ കുഞ്ഞു പറഞ്ഞു, എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടായാലും സ്നേഹവും സഹകരണവും ഉണ്ടെങ്കിൽ ആർക്കും ആരോടും കൂട്ടുകൂടാം, നല്ല സുഹൃത്തുക്കളാകാം.